ഷാഫി പറമ്പിൽ എംപിയെ ക്രൂര ആക്രമണത്തിന് വിധേയമാക്കിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം വലിയ തോതിൽ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ ഇപ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇ.പി. ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഷാഫിക്കെതിരെയുള്ള ആക്രമണം എന്നതിനാൽ വേണ്ട നടപടിയെടുത്താൽ പലരും പെടുമെന്ന ഒരു സ്ഥിതിയിലാണ്. ഒരു ഗുണ്ടാ സർക്കാരാണ് ഭരിക്കുന്നത് എന്ന പ്രതീതി. യാതൊരു പ്രകോപനവും ഉണ്ടാക്കാത്ത ഷാഫിയുടെ തല തല്ലി പൊട്ടിച്ചും മൂക്കിൻ്റെ പാലത്തിന് ക്ഷതം വരുത്തിയും രസിക്കുന്നവർക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ വിമർശനങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഷാഫിയെ ആക്രമിച്ചവർക്കെതിരെ 5 ദിവസത്തിനകം നടപടിയെടുക്കണമെന്ന ശക്തമായ താക്കീതാണ് UDF IG-യെ അറിയിച്ചിരിക്കുന്നത്. UDF പ്രവർത്തകരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കാത്ത പക്ഷം IG ഓഫീസിൽ പ്രതിഷേധം നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് UDF നൽകിയിരിക്കുന്നത്. ബോംബ് കേസ് ചമച്ച CPM ഇപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ ഇങ്ങനെ വേട്ടയാടുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ രാപ്പകലില്ലാതെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്ന പിണറായിയുടെ ദാസ്യർ ഒരു കാരണവുമില്ലാതെയാണ് നേതാക്കളെ അഴിക്കുള്ളിലാക്കുന്നത്. പേരാമ്പ്ര സംഘർഷം കഴിഞ്ഞ് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു MP-യെ ആക്രമിച്ചതിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നത് അങ്ങേയറ്റം വലിയ പദ്ധതി നടപ്പിലാക്കിയത് എന്നതിൻ്റെ തെളിവുകളാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസിലെ പ്രമുഖർ തന്നെ അടിയും കുത്തും കൊലപാതകവും ഒക്കെ ചെയ്യുമ്പോൾ ആർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇവർക്ക് സംശയം. കുറ്റം ചെയ്തതും അത് അന്വേഷിക്കുന്നതും പിണറായിയുടെ തന്നെ പോലീസ് ഏമാന്മാർ തന്നെ. MP-യെ പോലീസുകാരിൽ ചിലർ തന്നെ ബോധപൂർവം ആക്രമിച്ചുവെന്ന് SP തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതി ഉണ്ടായി. പോലീസുകാരെ തിരിച്ചറിയാനായി AI ടൂൾ വരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ SP പിന്നീട് തുടർ നടപടികൾ എടുക്കാത്തതും കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭീഷണി തന്നെയാകാം ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ കാരണം. 30-ലധികം UDF പ്രവർത്തകരെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പോലീസാണ് ഒരു MP-യുടെ വിഷയം വന്നപ്പോൾ മൗനം പാലിക്കുന്നത്. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ അണികൾക്കും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ അണികൾക്കും നേതാക്കൾക്കും നേരെ സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. എന്തായാലും ഷാഫിക്കെതിരെ ആക്രമണം നടത്തിയവർക്ക് തക്ക ശിക്ഷ നൽകിയിട്ടേ പിന്നോട്ടുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും UDF-ഉം.